ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാജ് ഇലക്ട്രോണിക്സ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി 4.1 ആംപ്ലിഫയറിനെ കുറിച്ച് പറയാം. ഈ 4.1 ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത് വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ബസ്, കാറ്, ഓട്ടോ അങ്ങനെയുള്ള നമുക്ക് ഏതൊരു വണ്ടിയിലേക്കും 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഈ ആംപ്ലിഫയറിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷനും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. നമ്മൾ സെറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് 4 കൺട്രോൾ കാണാം. 4 കൺട്രോൾ. ഫസ്റ്റ് ബാസ്, ആ ബാസ് നമ്മൾ സബിന് ഉപയോഗിക്കുന്നു. അതുപോലെ ട്രിബിള്, പിന്നെ മാസ്റ്റർ വോളിയം, ഒരു വോളിയം. അപ്പോൾ ഈ മാസ്റ്റർ വോളിയമാണ് നമ്മൾ എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന വോളിയമാണ് ഈ മാസ്റ്റർ വോളിയം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന വോളിയം ഉപയോഗിക്കുന്ന ഫ്രണ്ട് വോളിയം, ഈ ഫ്രണ്ട് റിയർ വോളിയം. അതായത് നമുക്ക് 4 ചാനലിലും കൺട്രോൾ ചെയ്യുന്ന ഒരു വോളിയമാണ് ഈ ഫ്രണ്ട് വോളിയമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ബാസിൻ്റെ കൺട്രോളാണ് നമ്മൾ സബിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ട്രിപ്പിൾ സെക്ഷനും ഒരു കൺട്രോൾ. പിന്നെ ഉള്ളത് USB ബോർഡിൽ മെമ്മറി സ്ലോട്ട്, അതുപോലെ USB സ്ലോട്ട്, ഓക്സ് സ്ലോട്ട്, പിന്നെ ഇൻബിൽറ്റ് ബ്ലൂടൂത്തും FM ഉണ്ട്. പിന്നെ അതിൻ്റെ സ്വിച്ചും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് USB പാനലിൽ തന്നെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ബോർഡിനെ കുറിച്ചൊന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന സബിന് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് 4 MOSFET ബോർഡാണ്. അതായത് IRF 9240, 250, 240 റേഞ്ചിലുള്ള ഒരു ഓഡിയോ ബോർഡാണ്. 4 MOSFET ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. അപ്പം ഈ ബോർഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാം മാക്സിമം അത്ര ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 320 വാട്ട്സ് നമ്മളൊരു 4 ohms കൊടുക്കാം. അതായത് സോണി വൂഫറാണെന്ന് പ്രശ്നമില്ല. ഈ JBL ആയാലും എക്സ്പ്ലോർഡ് ആയാലും നമുക്ക് ഏത് വൂഫറാണെങ്കിലും ഒരു 4 ohms ഇംപെഡൻസ് ഉള്ള വൂഫറിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഒരു കാര്യമാണ് ഇതിൻ്റെ SMPS ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന SMPS ടൊറോയിഡ് SMPS ആണ്. മാക്സിമം എഫിഷ്യൻസി ഉള്ള ഒരു SMPS ആണ്. പിന്നെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. ഈ ഫാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് സിങ്ക് നല്ല ഹീറ്റാവും. അതായത് ഈ മോസ്ഫെറ്റ് നല്ല ഹീറ്റാവുന്ന ഒന്നാണ്. അപ്പോൾ അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു BT ബോർഡ്, ബാസും ട്രിബിളും കൺട്രോൾ ചെയ്യാനുള്ള ഒരു BT ബോർഡാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഒരു ഓഡിയോ ബോർഡ്, അതായത് 4 ചാനലുള്ള ഓഡിയോ ബോർഡാണ്. 7388 IC ഒറിജിനൽ IC ഉപയോഗിച്ചുള്ള ഒരു ബോർഡാണ്. ഏകദേശം നല്ല ഓരോ ചാനലും 38 വാട്ട്സ് വീതം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും ഈ 7388 IC. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് USB ബോർഡ്. USB നല്ല കമ്പനിയുടെ ഒരു USB ബോർഡാണ്. നല്ല FML നല്ല ക്ലിയർ ഉണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് നല്ല റേഞ്ചിൽ കിട്ടും. അത് എത്ര ദൂരത്തായാലും നമുക്ക് ഏകദേശം ഒരു 10 മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലോ പാസ് ഫിൽറ്റർ, LPS ബോർഡ്. ഈ LPS ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സബിലേക്കുള്ള ഫ്രീക്വൻസിനെ മാത്രം കട്ട് ചെയ്തെടുക്കാനാണ് നമുക്ക് ഈ LPS ബോർഡ് ഉപയോഗിക്കുന്നത്. ലോ പാസ് ഫിൽറ്റർ, സബ് ഫിൽറ്റർ എന്നൊക്കെ പേര് വരുന്നുണ്ട്. അപ്പോൾ സബിലേക്ക് ആവശ്യമായ സിഗ്നലിൽ മാത്രം എടുക്കുന്ന ഒരു ബോർഡാണ് ഈ ഫിൽറ്റർ ബോർഡ് എന്ന് പറയുന്നത്, അതായത് LPS ബോർഡ് എന്ന് പറയുന്നത്. ഇതിന് 4 ചാനൽ ഔട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ യെല്ലോ കാണുന്ന ഈ 2 ചാനലാണ് നമ്മൾ ബാക്കിലെ സ്പീക്കറിന് കണക്ട് ചെയ്യാനുള്ള വയറാണ് ഈ യെല്ലോ. അതുപോലെ ഗ്രീനായിട്ട് കാണുന്ന ഈ 2 വയർ നമ്മൾ ഫ്രണ്ടിലായിട്ട് കണക്ട് ചെയ്യുന്ന സ്പീക്കറിനുള്ള വയറാണ്. അതുപോലെ ഈ ഓറഞ്ച് 2 വയർ നമ്മൾ സബിലേക്ക് കൊടുക്കുന്ന വയറുമാണ്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് നമ്മൾ ബാറ്ററി ടെർമിനലിൻ്റെ നെഗറ്റീവിൽ കൊടുക്കുന്നു. ഈ ചുവപ്പ് നമ്മൾ പോസിറ്റീവിലേക്കും കൊടുക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഒരു 12 വോൾട്ട് 30 ആംപിയറിനെ കറക്റ്റ് കൊടുക്കണം. അതായത് മിനിമം കൊടുക്കണം. എന്നാലേ നമുക്കിതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് സബിലേക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ 12 വോൾട്ട് ഒരു 5 ആംപിയറോ 10 ആംപിയറോ കൊടുത്താൽ നമുക്ക് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതുപോലെ ഈ സെറ്റ് വാങ്ങുകയാണെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ കൊടുക്കുന്ന വോൾട്ടേജ് 12 വോൾട്ട് മാക്സിമം ആംപിയർ നമുക്ക് എത്രയും പോവാം. പക്ഷേ മിനിമം ആംപിയർ നമ്മളൊരു 30 ആംപിയറല്ലേ വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇനി സെറ്റ് എവിടെയെങ്കിലും വാങ്ങിയിട്ട് നിങ്ങൾ വണ്ടിയിലോ മറ്റ് എന്തെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് സപ്ലൈ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 12 വോൾട്ട് ആംപിയർ നല്ല കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടില്ല. നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടാഞ്ഞാൽ നമ്മൾ ആ സെറ്റിൻ്റെ കമ്പനിയാണെന്ന് ഒരിക്കലും പറയരുത്. കാരണം നമ്മൾ സെറ്റ് എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും അവർ പറയും നല്ല സെറ്റാണ്, നമ്മൾ ഏകദേശം നമുക്ക് കണ്ടാലും അറിയാം. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു വർക്കിംഗ് വീഡിയോയിലേക്കൊന്ന് പോവാം.
സബിൻ്റെ വോളിയോ ട്രിപ്പിൾ കൺട്രോൾ